ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോബി മഞ്ചൂരിയും ചപ്പാത്തിയുമാണ്. അതിനായിട്ട് നമ്മൾ കോളിഫ്ലവർ എടുത്ത് നല്ല റെഡിയാക്കിയൊക്കെ വെക്കണം. കോളിഫ്ലവർ അടത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ തിളച്ച വെള്ളത്തിലിടുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേണം ഒന്നുകൂടെ തിളപ്പിക്കണം. കുറച്ച് നേരം തിളപ്പിച്ച ശേഷം പിന്നെ അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. അത് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർക്കാനായിട്ട്. ഇതേ വെള്ളമൊക്കെ പോയി അത് ഡ്രൈ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കോൺഫ്ലവറും പിന്നെന്തുമായിരുന്നു മൈദയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു ഐറ്റം കൂടെ ആയിരുന്നു പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്തും കൊണ്ട് നമുക്ക് ഇതിന് നമ്മളെടുത്തത് എന്തെണ്ണയായിരുന്നു? സൺഫ്ലവർ ഓയിൽ വെച്ചാണ് ഇത് പാചകം ചെയ്യേണ്ടത് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ബാക്കി നമ്മൾ അതിന് വേണ്ട ഐറ്റംസൊക്കെ അവിടെ കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണിക്കാവേ. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ടു. അങ്ങനെ കോളിഫ്ലവർ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇടണം. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണമല്ലോ. ജസ്റ്റ് കുറച്ച് നേരം 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ബാക്കി നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ടിട്ട് വഴറ്റുക. സവോള നന്നായിട്ടൊന്നും വഴറ്റുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ സവോള കട്ട് ചെയ്യുമ്പോൾ 2ആയിട്ട് കട്ട് ചെയ്യണം. സ്മോളായിട്ടും കട്ട് ചെയ്യണം, കുറച്ചുകൂടെ വലുതായിട്ടും കട്ട് ചെയ്യണം. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെന്താ പറയുക, അങ്ങനെ നമ്മൾ സവോള ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വലുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സവോളയും ക്യാപ്സിക്കൊക്കെ ഇടണം. അതൊന്നും നന്നായിട്ട് വേണ്ട കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി. നമുക്ക് അധികം നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ പുറത്തുനിന്നൊക്കെ, അധികം വേവത്തില്ല ക്യാപ്സിക്കൊന്നും. ആവശ്യം ഉപ്പൊക്കെ ചേർക്കണേ. അതിനിടയ്ക്ക് നമ്മൾ എന്താ പറയുക, സോസ് ചേർക്കണം. അതായത് ടൊമാറ്റോ സോസ് ഒരു 3 സ്പൂൺ ആണെങ്കിൽ സോയാ സോസ് 1.5 സ്പൂൺ ചേർത്താൽ മതി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അത് നമ്മുടെ പരുവത്തിന് ചേർക്കണം. നമുക്ക് അറിയാമല്ലോ എങ്ങനെ വേണ്ടതെന്ന്. കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. ഡ്രൈ ആണെങ്കിൽ അത്ര വെള്ളം ചേർക്കണ്ട. ഇത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് തിളച്ച ശേഷം ഉപ്പൊക്കെ ഇടണേ. ഇതിനകത്ത് പച്ചമുളക് മസ്റ്റായിട്ട് ചേർക്കണം. പച്ചമുളക് ഇല്ലെങ്കിൽ വേറൊരു ടേസ്റ്റായിരിക്കും. എനിക്ക് അങ്ങനെ പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഏകദേശം കറക്റ്റായിട്ട് ചെയ്തു വരുന്നത്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് സോസൊക്കെ ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിട്ട് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ കോളിഫ്ലവർ കുറച്ച് എടുത്തൊരു 2 സ്പൂൺ എടുത്ത് നമ്മുടെ പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് അതാണ് ഇതിൻ്റെ തിക്നെസ്. ഇങ്ങനെ കുഴകുഴാന്നിരിക്കുമല്ലോ, അതാണ് ആ കോളിഫ്ലവറിൻ്റെ വെള്ളം ഒഴിക്കുന്നതാണ് ഇങ്ങനെ കുഴകുഴാന്ന് വരുന്നത്. അത് നന്നായി ഒഴിക്കുക. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മുടെ കൂട്ടാൻ റെഡി. നമ്മുടെ ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.